ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ബിഗ് ബോസ് അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാട്ടോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രൊമോയിൽ ഓൾറെഡി കണ്ടതാണ് നമ്മുടെ ഷാനവാസും അതുപോലെ നിവിനും തമ്മിലൊരു ഫൈറ്റ്. ആ ഫൈറ്റിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഇന്ന് പുതിയ ക്യാപ്റ്റൻ വന്നിട്ടുണ്ട്, ജിഷിനായിരുന്നു. അപ്പോൾ ജിഷിൻ്റെ കുറച്ച് റൂൾസുകളും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ജിഷിൻ പുതിയ ടീം തിരിച്ചു, അനുവൊക്കെയാണ് കിച്ചൺ ടീമിൽ വന്നിട്ടുള്ളത്. അങ്ങനെ ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തവിടെ വെച്ചിരിക്കുന്ന ടൈമിൽ നെവിൻ ഫുഡ് കഴിക്കാൻ എടുക്കുമ്പോൾ അതിനകത്തുനിന്ന് ഒരു മല്ലിയില എടുത്തിട്ട് പോകും കേട്ടോ. ഇത് കാണുമ്പോഴത്തേക്കിനും ഷാനവാസ് പറയും ദേ അവൻ എടുത്തുകൊണ്ട് പോകുന്നു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി എപ്പോഴും ഞങ്ങളും എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അനുവാണല്ലോ കിച്ചൺ ക്യാപ്റ്റൻ. അപ്പോൾ അനു വന്നിട്ട് പറയാം എടുക്കരുത് പറ്റത്തില്ല, കൊണ്ടുപോകും. അതിന് മുമ്പ് റെന ഒരു നാരങ്ങ എടുത്തിട്ട് പോകുമ്പോഴും അനു മേടിച്ച് വെക്കുന്നുണ്ട്. പക്ഷേ ഈ നെവിൻ എന്ന് പറയുമ്പോൾ ഏത് സമയവും ഇങ്ങനെയാണ്, എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് കഴിക്കുക. ആളോട് എത്ര പറഞ്ഞാലും ആൾ കേൾക്കില്ല, ചോദിക്കത്തുമില്ല, പറയത്തുമില്ല. അപ്പോൾ അത് റോങ്ങാണ്. പക്ഷേങ്കിൽ ഇവിടെ പ്രശ്നമായത് അനുവാണ് കിച്ചൺ ക്യാപ്റ്റൻ. പുള്ളിക്കാരി പറഞ്ഞിട്ട് കേൾക്കാതെ കണ്ടപ്പോഴത്തേക്കിനും ഷാനവാസ് എന്നിട്ട് പ്രശ്നമാവുന്നു. അപ്പോൾ മല്ലിയില എടുക്കുന്ന ഫോഴ്സിൽ ജസ്റ്റ് ഒന്ന് തട്ടുമ്പോഴത്തേക്കിനും ആ ഫുഡും കപ്പൊക്കെ വന്നിട്ട് തറ വീണിട്ട് പൊട്ടുന്നുണ്ട്. അപ്പോഴത്തേക്കിനും പിന്നീട് അറിയാമല്ലോ അവിടെ ഒരു കോലാഹലം തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓൾറെഡി നെവിൻ ഇങ്ങനെ എടുക്കുന്നത് റോങ് ആണ്. പക്ഷേങ്കിൽ ഷാനവാസ് അത്രയും വലിയ വിഷയമാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പുള്ളി പറയുന്നത് എപ്പോഴും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ ശരിയാവത്തില്ല, എന്തെങ്കിലും നമ്മൾ പ്രതികരിക്കണം. പക്ഷേ പുള്ളിയും കരുതിയില്ല കേട്ടോ ഇത് ഇത്ര വലിയ വിഷയമാവുന്നു. അത് പിന്നെ വേറെ ലെവലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ആദിലയും നൂറയുമായിട്ടൊരു ടോക്ക് നെവിൻ വരികയും അതിനിടയ്ക്ക് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ നെവിന് തോന്നിയപ്പോൾ നെവിൻ പെങ്ങളൂട്ടി കാർഡ് എടുക്കണ്ടെന്ന് പറയുകയും ആദിൽ അപ്പോൾ തിരിച്ച് നിൻ്റെ വൃത്തിയുടെ കാർഡ് നീയും എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നെവിൻ പിന്നെ ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് വൃത്തിയുടെ കാർഡാണ് എടുത്തെന്ന് നോക്കിയും പറയാം എനിക്കറിയാം, പക്ഷേ അത് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നീ നാറും എന്നുള്ള രീതിയിൽ ടോക്ക് പോകും കേട്ടോ. അപ്പോൾ പിന്നീട് നെവിൻ അതായി, കാരണം എന്നെ പറ്റിയിട്ട് അങ്ങനെ ഒരു മോശമായിട്ട് ഞാൻ എന്തോ ഒരു വൃത്തിയുടെ കാർഡ് ഇവിടെ എടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അതെന്ത് വൃത്തിയുടെ കാർഡാണെന്ന് എനിക്കറിയണം എന്നുള്ള രീതിയിൽ അവിടെ വീണ്ടും പ്രശ്നങ്ങളാവുന്നുണ്ട്. അതെ, എന്ത് കാർഡാണ് എടുത്തെന്ന് പറയട്ടെ. ഇപ്പോൾ അവരെയാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ വൃത്തിയുടെ കാർഡ് നീ എടുത്ത് കളിക്കുന്നുണ്ട്, അത് പറഞ്ഞാൽ നീ നാറുമെന്ന് തിരിച്ച് അവരോട് പറഞ്ഞെങ്കിൽ അവരും ആ ഒരു ഇഷ്യൂ അങ്ങനെ തന്നെ എടുക്കുക അല്ലേ. അപ്പോൾ അതെന്താണെന്നുള്ളത് തെളിയിക്കണം എന്നാണ് നെവിൻ പറയുന്നത്. മറ്റൊരു കാര്യം, ജിഷിൻ ക്യാപ്റ്റനായിട്ട് കയറുമ്പോൾ ഒരു റൂൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നോ രണ്ടോ സാധനങ്ങളൊക്കെ ലൈറ്റായിട്ട് എടുക്കുന്നത് കൊണ്ട് ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ടായിരുന്നു. അപ്പോൾ ഹൗസ് മേറ്റ്സ് പിന്നെ അത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയ മല്ലി ഇല എടുത്തതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നുള്ള രീതിയിലും ടോക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊമോയിൽ കണ്ടതിൻ്റെ ഉള്ളടക്കോട്ടോ. ബാക്കിയൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എപ്പിസോഡിൽ കാണാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.